നിങ്ങൾക്ക് ഹെയർ മാസ്കും ഹെയർ കണ്ടീഷണറും തമ്മിലുള്ള ഡിഫറൻസ് അറിയാമോ? ഹായ് ഓൾ, വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ ഹെയർ മാസ്കും ഹെയർ കണ്ടീഷണറും തമ്മിലുള്ള വ്യത്യാസത്തിനെ കുറിച്ചൊരു നോളജ് തരാനാണ് വന്നേക്കുന്നത്. അപ്പോൾ ഹെയർ മാസ്ക് എന്താണ്, ഹെയർ കണ്ടീഷണർ എന്താണ്? ഹെയർ കണ്ടീഷണർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഷാംപൂ ചെയ്തതിന് ശേഷം നമ്മുടെ മുടി കുറച്ച് പോസ് എല്ലാം ഓപ്പൺ ആവും. അത് തിരിച്ചു കൊണ്ടുവന്ന് അതിനെ കുറച്ച് സ്മൂത്തൻ ചെയ്യാനും നമുക്ക് ഉടക്കെല്ലാം നന്നായിട്ട് എടുക്കാനും അതിന് കുറച്ചൊരു ഒരു ഒരു ചെറിയ രീതിയിലുള്ള ഒരു നറിഷ്മെൻറ്റ് കൊടുക്കുന്നതാണ് ഹെയർ കണ്ടീഷണർ. ഈ ഹെയർ കണ്ടീഷണർ നമുക്ക് എപ്പോൾ ഷാംപൂ ഇട്ടാലും നമുക്ക് യൂസ് ചെയ്യണം. അതേസമയം ഹെയർ മാസ്ക് എന്ന് പറഞ്ഞാൽ തിക്കായിരിക്കും അതിൻ്റെ കൺസിസ്റ്റൻസി, മറ്റത് ഇച്ചിരി ഫ്ലോയി ആയിട്ടിരിക്കും. ഇത് നല്ല തിക്കാണ്, ഒരു ബോക്സ് പോലത്തേലാണ് ഹെയർ മാസ്ക് വരുന്നത്. കണ്ടീഷണർ ട്യൂബ് പോലെയും വരാം. അപ്പം അത് തിക്കായിരിക്കും. അതിന് നമ്മുടെ ഹെയറിന് എന്താണോ ആവശ്യം അതനുസരിച്ച് അതിൻ്റെ ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്തിട്ടുണ്ടാകും. അതായത് നമ്മൾ എല്ലാ ദിവസവും നമ്മൾ വീട്ടിൽ മുഖമൊക്കെ ചെയ്താലും നമ്മൾ പാർലറിൽ പോയി ഫേസ് എല്ലാം നമ്മൾ ഫേഷ്യലൊക്കെ ചെയ്യില്ല, അതേപോലെ ഒരു എന്തെങ്കിലും ട്രീറ്റ്മെൻറ്റിൻ്റെ മുഖത്തിന് വേണ്ടി പോലെ അതേപോലെ മുടിക്കും ഇതുപോലെ നമ്മളെല്ലാം നോക്കണം. പിന്നെ ഇത് ചിലർക്ക് മാസ്ക് വാങ്ങിക്കാൻ പറ്റിയില്ലെങ്കിൽ ഒരു വീട്ടിലുള്ളത് ചെയ്യുക. ഇനി കണ്ടീഷണറിലായിരുന്നാലും നമുക്കുള്ള എന്തെങ്കിലും സിറമോ അല്ലെങ്കിൽ ലൈറ്റായിട്ടുള്ള ഓയിൽസോ വല്ലതും യൂസ് ചെയ്ത് അതിന് ചെറിയ രീതിയിൽ കുറച്ചുകൂടെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ മുടിക്ക് കുറച്ചുകൂടെ ഒരു സോഫ്റ്റ്നെസ് ഉണ്ടാകും. ഇത് രണ്ടും സോഫ്റ്റ്നെസ് ഉണ്ടാകും, സ്മൂത്ത് ഉണ്ടാകും. പക്ഷേ കുറേ കൂടെ മാസ്ക് ഉപയോഗിക്കുമ്പോൾ കുറേ കൂടെ അത് ഡീപ്പായിട്ട് നമുക്ക് അനുഭവപ്പെടും. ഹെയർ മാസ്കിൽ അവർ യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റ് നമ്മുടെ മുടിക്ക് നല്ലോണം നറിഷ്മെൻറ്റും ഹൈഡ്രേഷനും തരാൻ വേണ്ടി അവർ കൂടുതലും നല്ല നല്ല ഇൻഗ്രീഡിയൻറ്റ് അവരതിൽ ഉൾപ്പെടുത്തിയേക്കും. ഹെയർ കണ്ടീഷണറിൽ അത്രയും ഉണ്ടാവില്ല. അതുകൊണ്ടാണ് നമ്മൾ മാസ്ക് ഒരു ഡീപ്പ് കണ്ടീഷനിങ്ങിന് വേണ്ടി നമ്മൾ ആഴ്ചയിലൊരിക്കൽ ചെയ്യണമെന്ന് പറയുന്നത്. അത് ഡീപ്പ് കണ്ടീഷണറാണ്, മറ്റത് കണ്ടീഷണറാണ്. നമ്മുടെ കൂടുതൽ നല്ലത് നമ്മുടെ ഡ്രൈ ഹെയർ, ഇത് ഫ്രിസി ഹെയർ, നമുക്കൊക്കെ ഒരു പ്രായമാകുമ്പോൾ ഹെയറൊക്കെ കുറച്ച് ഫ്രിസിനെസ് കൂടുതലാണ്. അപ്പം അങ്ങനെ ഉണ്ടാകുമ്പോൾ നമ്മൾ ഹെയർ മാസ്ക് യൂസ് ചെയ്യണം. അപ്പം ഹെയർ കണ്ടീഷണറിന് പകരം ഹെയർ മാസ്ക് യൂസ് ചെയ്യാമോ എന്ന് ചോദിക്കും. അങ്ങനെയല്ല, ഹെയർ കണ്ടീഷണർ എപ്പോഴും നമ്മൾ ഷാംപൂ ചെയ്താലും യൂസ് ചെയ്യണം. ഹെയർ മാസ്ക് എന്ന് പറയുന്നത് ആഴ്ചയിലൊരിക്കയോ ആഴ്ചയിൽ 2 ദിവസമോ യൂസ് ചെയ്യാം. ഹെയർ കണ്ടീഷണർ എന്ന് പറയുമ്പോൾ അത് ഇട്ട് ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ വാഷ് ചെയ്യാം. അത് ഷാംപൂ ഇട്ട് നല്ലോണം വെള്ളം വാർന്ന് നമ്മുടെ മുടിയിൽ നിന്ന് മാറ്റിയതിന് ശേഷം വേണം ഹെയർ കണ്ടീഷണർ ഇടാൻ. ഹെയർ മാസ്ക് എന്ന് പറഞ്ഞാൽ അപ്ലൈ ചെയ്തതിന് ശേഷം ഒരു 15 തൊട്ട് 20 മിനിറ്റ് വരെ വെയിറ്റ് ചെയ്യണം. വെയിറ്റ് ചെയ്തതിന് ശേഷമേ വാഷ് ചെയ്യാം. ഇത് രണ്ടും ചെയ്യുമ്പോഴും ചൂടുവെള്ളമല്ല ഉപയോഗിക്കാനുള്ളത്, തണുത്ത വെള്ളമാണ്, അല്ലെങ്കിൽ ഒരു റൂം ടെമ്പറേച്ചറാണ്. പിന്നെ അതുപോലെ ഹെയർ മാസ്ക് ഇടുന്ന ദിവസം നമ്മൾ വേണമെങ്കിൽ നമുക്ക് അതിൽ കൂടെ കുറച്ച് സെറമും കൂടെ ആഡ് ചെയ്തിട്ട്, കണ്ടീഷണറിലും അത് ചെയ്യാം, കുറച്ച് ഹെയർ സെറം കൂടെ ആഡ് ചെയ്തതിന് ശേഷം നമ്മൾക്ക് മുടിയിൽ യൂസ് ചെയ്യാം, അപ്ലൈ ചെയ്യാം. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ, നമ്മൾ സലൂണിലൊക്കെ പോകുമ്പോൾ അവർ ആദ്യം ഷാംപൂ ഇട്ടതിന് ശേഷം നമ്മൾ ടവൽ ഡ്രൈ ചെയ്തതിന്, ടവൽ കൊണ്ട് വെള്ളം മുഴുവൻ പോയിപ്പിച്ചതിന് ശേഷം മാസ്കിൽ സെറമും കൂടെ ഒഴിച്ച് അത് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തിട്ടാണ് നമുക്ക് അപ്ലൈ ചെയ്യുന്നത്. അപ്ലൈ ചെയ്തിട്ട് ചെറിയ ചൂടുള്ള ടവൽ കൊണ്ട് കെട്ടിവെക്കും. അപ്പം നമ്മുടെ മുടിയിൽ അതെല്ലാം നല്ലോണം അതിൻ്റെ നറിഷ്മെൻ്റ് ഇറങ്ങി നല്ല സോഫ്റ്റ്നെസ് വരും. അതാണ് നമ്മൾ സലൂണിൽ പോയിട്ട് വരുമ്പോൾ നമ്മുടെ മുടിക്കൊരു പ്രത്യേകത ഉണ്ടാകുന്നത്. ഇതും കൂടെ നിങ്ങൾ ശ്രദ്ധിച്ചോളാം. ഇത് നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. പിന്നെ ഹെയർ കണ്ടീഷണർ എപ്പോഴും മുടിയിൽ മാത്രമാണ് യൂസ് ചെയ്യുന്നത്. അതേസമയം ഹെയർ മാസ്ക് നമ്മുടെ റൂട്ട്സ് ഒന്ന് യൂസ് ചെയ്യാം. പക്ഷേ അത് വായിച്ചു നോക്കണം. നമ്മൾ വാങ്ങുന്ന ഹെയർ മാസ്കുകളാണെങ്കിൽ വായിച്ചു നോക്കണം, നമുക്ക് റൂട്ട്സ് നിന്ന് യൂസ് ചെയ്യാൻ പറ്റുമോ, അതേ ലെങ്ത്തിൽ മാത്രമാണ് യൂസ് ചെയ്യാനുള്ളത്, അതനുസരിച്ച് ചെയ്യണം. ഇനി നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന ഹെയർ മാസ്കുകളാണെങ്കിൽ നമ്മൾ ആദ്യമേ തന്നെ യൂസ് ചെയ്യണം. എന്നിട്ട് വേണം ഷാംപൂ കണ്ടീഷണർ ഉപയോഗിച്ച് കഴുകാനായിട്ട്. കാരണം ലാസ്റ്റ് അല്ല യൂസ് ചെയ്യണം. അതേസമയം കടയിൽ നിന്ന് വാങ്ങുന്ന ഹെയർ മാസ്കുകളാണെങ്കിൽ നമ്മൾ ലാസ്റ്റാണ് യൂസ് ചെയ്യാനായിട്ട്. അതായത് ഷാംപൂ, അത് കഴിഞ്ഞ് ഹെയർ മാസ്ക്. അതേസമയം നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന ഇപ്പം പഴം വെച്ചോ, അല്ലെങ്കിൽ അവക്കാഡോയും ഓയിലും വെച്ചോ, അല്ലെങ്കിൽ തൈരും തേനും അങ്ങനെയൊക്കെ ഉള്ളത്, മുട്ടയും ഒക്കെ ചേർന്നുള്ള മാസ്കുകളൊക്കെ ആണെങ്കിൽ ഇത് നമ്മൾ ആദ്യമേ ഒന്ന് ചെറുതായിട്ടൊരു നനവ് കൊടുത്തതിന് ശേഷം ഇത് അപ്ലൈ ചെയ്ത് ഒരു ഹെയർ ക്യാപ്പ് വെച്ച് ഒരു 20 മിനിറ്റ്സ് കഴിയുമ്പോൾ ഷാംപൂ കണ്ടീഷണറും യൂസ് ചെയ്ത് വാഷ് ചെയ്യണം. അതേസമയം നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന മാസ്കുകളാണെങ്കിൽ ഇത് ലാസ്റ്റാണ് യൂസ് ചെയ്യാനുള്ളത്. പിന്നെ ഹെയർ മാസ്ക് എപ്പോഴും നല്ലതാണ് നമ്മുടെ മുടിക്ക്. പിന്നെ കണ്ടീഷണറിനേക്കാളും കുറച്ചുകൂടെ നമ്മുടെ മുടിയുടെ ഉള്ളിലോട്ട് ഇറങ്ങി ചെന്നാണ് അത് പ്രവർത്തനം ചെയ്യുന്നത്. അപ്പോൾ അതായത് നമ്മൾ മുഖമൊക്കെ സൂക്ഷിക്കും പോലെ വേണം മുടിയെ സൂക്ഷിക്കാൻ. അപ്പോഴേ മുടിയും അതിൻ്റെതായ രീതിയിൽ ഇരിക്കുകയുള്ളൂ. ഇനി നമ്മൾ എന്ന് ഷാംപൂ ചെയ്യണം എന്നുള്ളൊരു ചോദ്യമുണ്ട്. എന്ന് ഷാംപൂ ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല.
ഇന്ന് ഷാമ്പു ചെയ്യണം, നാളെ നമുക്ക് തല കുളിക്കണമെങ്കിൽ നമുക്ക് കണ്ടീഷണർ മാത്രം യൂസ് ചെയ്ത് നമുക്ക് തല കഴുകാം. അപ്പോൾ നിങ്ങൾ വീട്ടിലുണ്ടാക്കുന്ന കുറച്ച് ഹെയർ മാസ്കുകൾ എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. നമുക്ക് ഡ്രൈ ഹെയർ ആണെങ്കിൽ നമുക്ക് കുറച്ച് വെളിച്ചെണ്ണയും കുറച്ച് തൈരും കുറച്ച് തേനും പിന്നീട് മുട്ടയുടെ വെള്ളയും ഒക്കെ ഉപയോഗിച്ച് അത് നല്ലൊരു ഹെയർ മാസ്ക് ആയിട്ട് ഉപയോഗിക്കാം. പഴം അടിച്ച് പഴത്തിൽ കുറച്ച് അവക്കാഡോ ഓയിലോ അങ്ങനെ വേണമെങ്കിൽ ഹെയർ മാസ്കുകൾ ഉണ്ടാക്കാം. പിന്നെ മുട്ടയുടെ വെള്ള മാത്രം തേക്കുന്നത് നല്ലതാണ്. അതിൽ കുറച്ച് വൈറ്റമിൻ ഇ ഓയിലോ അല്ലെങ്കിൽ ഒലിവ് ഓയിലോ എന്തെങ്കിലും ഓയിൽ ചേർത്ത് നമുക്ക് തലയിൽ അപ്ലൈ ചെയ്തിട്ട് കഴുകിക്കളഞ്ഞാലും നല്ലതാണ്. അപ്പം ഇങ്ങനെ നിങ്ങളുടെ മുടിയുടെ കണ്ടീഷൻ എന്താണോ അതനുസരിച്ച് വേണം നിങ്ങൾ ഹെയർ മാസ്കുകൾ ചെയ്യാനായിട്ട്. വീട്ടിൽ ചെയ്യാൻ പറ്റുന്നുള്ളവർ വീട്ടിൽ ചെയ്യുക, അല്ലെങ്കിൽ വാങ്ങാൻ പറ്റുന്ന ഹെയർ മാസ്കുകൾ ഇഷ്ടം പോലെയുണ്ട്. നല്ല നല്ല ബ്രാൻഡ്സിൻ്റെ ഉണ്ട്, കണ്ടീഷണറുണ്ട്. നമ്മൾ കളർ ചെയ്ത മുടിക്കൊക്കെ നമ്മളിപ്പം ഹെയർ ഡൈ ചെയ്യുന്ന ആൾക്കാരാണല്ലോ, അപ്പോൾ അത് മുടി നമ്മൾ ഒരു ട്രീറ്റ്മെൻറ്റ് കൊടുക്കുകയാണ്. അങ്ങനെയുള്ളവർ ഷാമ്പൂ കണ്ടീഷണറും കുളിക്കുമ്പോഴെല്ലാം യൂസ് ചെയ്യാം. ആഴ്ചയിൽ ഒരിക്കൽ അല്ലെങ്കിൽ ആഴ്ചയിൽ 2 ദിവസവും മാസ്ക് ഉപയോഗിക്കാം. ഇത് മുടിക്കൊരു ശക്തിയും മുടിക്കൊരു ആരോഗ്യവും ഒക്കെ കൊടുക്കും. അപ്പം അങ്ങനെയൊക്കെ വേണം നമ്മൾ മുടി സൂക്ഷിക്കാനായിട്ട്. ഹോട്ട് ഓയിൽ മസാജ് നല്ലതാണ്. അത് കുറച്ച് നമ്മൾ തേക്കുന്ന എണ്ണ തന്നെ നമ്മൾ ചെറിയ ചൂടുവെള്ളത്തിൽ വെച്ച് അതിനെ ഒന്ന് ചൂടാക്കിയിട്ട് നല്ലവണ്ണം മുടിക്ക് മുടിക്കല്ല തലയിൽ മസാജ് ചെയ്തതിന് ശേഷം ഒരു 20 മിനിറ്റ്സ് കഴിഞ്ഞും ഇതിങ്ങനെ ചെയ്ത് നോക്കാം. അപ്പോൾ ഇതെല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇപ്പം സബ്സ്ക്രൈബ് ചെയ്യണേക്കാളും വേറെ എന്തോ യൂട്യൂബിൽ വന്നിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്, എനിക്കത് മനസ്സിലായില്ല. അപ്പം അങ്ങനെയാണ് കമൻറ്റ് ബോക്സിൽ എന്തോ വന്നിട്ടുണ്ടെന്ന് പറയുന്നു. അങ്ങനെ എങ്ങാനും അതുണ്ടെങ്കിൽ അതുകൂടെ ഒന്ന് ചെയ്യുക. ഓക്കെ ബൈ, ലവ് യു ഓൾ. ഇനി വേറൊരു വീഡിയോ ആയിട്ട് കാണാമേ.